ഹായ് ഫ്രണ്ട്സ്, ഫാമിടെക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ മനു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കെങ്ങനെ വീട്ടിൽ കാന്താരി മുളക് വളർത്താം, അതിന് എന്തൊക്കെ രീതികളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. കാന്താരി മുളക് നമുക്ക് വീട്ടിൽ തന്നെ 365 ദിവസം ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്ന ഒരു വിളയാണ് കാന്താരി മുളക്. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിന് 1-2 ചെടികൾ തന്നെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ധാരാളമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വിപണി എന്ന് പറയുന്നത് അത്ര തന്നെ ഉണ്ട്. എന്നും ആവശ്യമുള്ളൊരു വിള തന്നെയാണ് കാന്താരി മുളക്. ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മുളക് പാകി നിർത്തിയതിന് ശേഷം ആ തൈ ആയതിൻ്റെ വീഡിയോ മാത്രം ഞാൻ ഇതിലിട്ടിട്ടില്ല. ബാക്കി എല്ലാതരം വീഡിയോകളും ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു തൈ നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടത്, വീഡിയോയിൽ കാണിക്കുന്നത് പോലുള്ള ട്രേ അല്ലെങ്കിൽ ചെറിയ പോട്ടുകളിലോ നമുക്ക് മുളക് തൈ പാകാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ട് കുറച്ച് മണ്ണോ അല്ലെങ്കിൽ മണലോ മിക്സ് ചെയ്തുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ വിത്ത് പാകിയതിന് ശേഷം മുള വന്ന് ചെറിയ ചെടിയായി നമുക്ക് കിട്ടും. അതിനുശേഷം അതിനെ നല്ല രീതിയിലൊന്ന് പരിപാലിച്ച് വളർത്തിയതിന് ശേഷം ഒരു 5 ഇഞ്ച് ഹൈറ്റൊക്കെ ആവുന്ന സമയത്ത് നമുക്കിതിനെ പിരിഞ്ഞു വയ്ക്കാം. അതിന് തയ്യാറാക്കേണ്ടത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിത്ത് പാകേണ്ടത്, അത് ട്രേയിൽ എങ്ങനെയാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് ട്രേയിലാണെങ്കിൽ ഇങ്ങനെ ഓരോ വിത്ത് ഇട്ടതിന് ശേഷം നമുക്കതിന് മണ്ണൊന്ന് മേലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് വെള്ളം കൊടുത്ത് എപ്പോഴും ആ ഈർപ്പം നിലനിൽക്കുക. നമുക്കിതൊന്ന് മൂടിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഒരു പുഴുകി കിടക്കുന്നത് ഒരു ദിവസം 2 ദിവസം അങ്ങനെ മൂടിയിട്ടതിന് ശേഷം പിന്നെ നമ്മളത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഈർപ്പത്തോടു കൂടി വിത്ത് വേഗം മുളകൊട്ടാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ നല്ല രീതിയിൽ സ്ഥലമില്ലാത്തവർക്കാണ് നമ്മൾ ഗ്രോ ബാഗും അതുപോലെ ചെറിയ പോട്ടുകളിലൊക്കെ ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ലാതെ സാധാരണഗതിയിൽ വീട്ടിൽ സ്ഥലമുള്ള ആളുകൾക്ക് മണ്ണിലൊന്ന് ചുണ്ണാമ്പിട്ട് ഇളക്കി കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് പരിശോധിക്കാൻ സാധിച്ചാൽ അത്ര നല്ലത്. അങ്ങനെ നല്ല രീതിയിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ചുണ്ണാമ്പ് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ഇതുപോലെ തൈകൾ പാകിയെടുത്ത് അതിൽ വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ധാരാളമായിട്ട് മുളക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വേനൽക്കാലമായിക്കോട്ടെ, മഴക്കാലമായിക്കോട്ടെ, മഞ്ഞുകാലമായിക്കോട്ടെ, നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും കാന്താരി മുളക് കൃഷി ചെയ്യാവുന്നതാണ്. എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെ വിളവും കിട്ടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗ്രോ ബാഗിലേക്ക് ചെടി മാറ്റി വയ്ക്കേണ്ടത്, അതേപോലെ ഗ്രോ ബാഗ് എങ്ങനെ ഒരുക്കി തയ്യാറാക്കണം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഗ്രോ ബാഗിൽ നിറച്ച് കരിയിലിട്ടതിന് ശേഷം അതിൽ ചകിരി അതുപോലെ ചകിരിച്ചോറ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിൽ മണ്ണെല്ലാം മിക്സ് ചെയ്ത് നമുക്കതിനെ പാകപ്പെടുത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് തയ്യാറാക്കി എടുത്തത്. അപ്പോൾ ഗ്രോ ബാഗൊക്കെ ഇതിനു വേണ്ടി തയ്യാറാക്കിയതിന് ശേഷം നമുക്കതിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അതിനുള്ളിലോട്ട് എപ്പോഴും വേരിറങ്ങുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഉള്ളിൽ കരിയിലിട്ടുണ്ടാവണം. അപ്പോൾ ഒരുപാട് കരിയില ഇടണം. അതേപോലെ തന്നെ ചകിരിച്ചോറിട്ടാലാണ് നമുക്ക് ചെടി വേഗം വേരിറങ്ങാൻ സാധിക്കുള്ളൂ. ഇത് സാധാരണഗതിയിലുള്ള രീതിയാണ് ഞാൻ പറയുന്നത്. അതേപോലെ മറ്റൊരു കാര്യമുള്ളത്, ചാണകപ്പൊടി നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ചെടിക്ക് പെട്ടെന്ന് നല്ല ഗ്രോത്ത് കിട്ടും. അതേപോലെ തന്നെ നമുക്കത് അതിൻ്റെ ആ വളർച്ചയിലും കാണാൻ സാധിക്കും. കായ്ക്കുന്നതും പൂക്കുന്നതും ആ ഒരു ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളൊരു ചെടി ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 20 ഇഞ്ച്, അതായത് 1 അടി ഹൈറ്റ് മേലെ അതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. 1 അടി ഹൈറ്റിന് മേലെ പോയതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് ചാണക വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ രീതിയിൽ വേപ്പെണ്ണ അതുപോലെ ബാർ സോപ്പ് അതെല്ലാം കലക്കിയിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ഒരുവിധപ്പെട്ട കീടാണുകളൊന്നും ഈ ഒരു കാന്താരി മുളകിലേക്ക് ബാധിക്കില്ല. അത് നമുക്ക് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. വേറെ ഒരു കാര്യമുള്ളത്, എപ്പോഴും പരിപാലിച്ച് നിൽക്കുന്ന ചെടികളാണെങ്കിൽ അതിന് നമുക്ക് ഒട്ടുമിക്ക കീടങ്ങളും അതിൽ വരാതെ നമുക്ക് നോക്കാൻ സാധിക്കും. കാരണം ദിവസം ഒരു നേരമെങ്കിലും അതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുളകും ആവശ്യത്തിനധികം കിട്ടും. അതുപോലെ തന്നെ ആ ചെടിയിൽ നമുക്ക് കീടങ്ങളെ വരുന്നത് പ്രതിരോധിക്കാനും കഴിയും. ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ മുളക് കൃഷി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കൃഷിയായിട്ട് തുടങ്ങിയാൽ മതി.
പിന്നെ നിങ്ങൾക്കിത് മികച്ച രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് വിജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു വിപണി കൂടി കണ്ടെത്താനുള്ള മാർഗ്ഗമാണ്. ഇന്നത്തെ ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ മികച്ച മറ്റൊരു വീഡിയോയുമായി വരാം. ഇറ്റ്സ് മീ മനു സൈനിങ് ഓഫ്.